ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫൈലം അനലിഡയെക്കുറിച്ചാണ്. അനലിഡയെക്കുറിച്ച് നിങ്ങൾ ഓൾറെഡി പ്ലസ് ടുവിലൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ടല്ലേ. അതിൻ്റെ കുറച്ചുകൂടെ ഒരു ലെവൽ ഹയർ, അതായത് അതിൻ്റെ ക്ലാസിഫിക്കേഷനും അതിൻ്റെ സൈലൻറ്റ് ഫീച്ചേഴ്സും പിന്നെ ആ ക്ലാസിഫിക്കേഷൻ വഴി ഓരോ ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. ഇത്രയാണ് ഫൈലം അനലിഡയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അനലിഡ എന്ന പേര് തന്നെ വന്നിരിക്കുന്നത് ഒരു ലാറ്റിൻ നെയിമിൽ നിന്നാണ്, അനുലസ്. അതിൻ്റെ അർത്ഥം റിങ് എന്നാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ രണ്ട് പിക്ചേഴ്സൊക്കെ കാണിച്ചു തരാം എന്തുകൊണ്ടാണ് അനലിഡ എന്ന പേര് അനുലസ് റിങ് എന്ന പേരിനോട് അർത്ഥം വരുന്ന രീതിയിൽ ഇട്ടേക്കുന്നതെന്ന് നിങ്ങൾ ആ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. പിന്നെ അനലിഡ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഫൈലമാണ്. ആ ഫൈലത്തിൽ ഏതാണ്ട് 12,000 സ്പീഷീസ് ഉണ്ട്. യൂഷ്വലി സെഗ്മെൻറ്റഡ് ആയിട്ടുള്ള വേംസ് ആണ് കാണുന്നത് അനലിഡയ്ക്കകത്ത്. ഫൈലത്തിനകത്ത് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ടാക്സനാണ് അനലിഡ. പൊതുവെ ലാർജ് ബോഡീഡ് ആയിട്ടുള്ള വേംസിനാണ് നമുക്ക് ഫൈലം അനലിഡയിൽ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഫൈലം അനലിഡയുടെ ഒരു ഡിസ്റ്റിങ്വിഷിംഗ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഈ മെറ്റാമോറിക്കലി സെഗ്മെൻറ്റഡ് ബോഡി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ അനലിഡ നല്ല ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ടാക്സനാണ്. ഇതിൻ്റെ സൈസ് അനലിഡയുടെ മൈക്രോസ്കോപ്പിക് തൊട്ട് വലിയ ജയൻ്റ് ആയിട്ടുള്ള എർത്ത് വേം വരെ, അത്രയും വരെ വലിയ ഒരു സൈസ് ഒരു റേഞ്ച് ഉണ്ട് ഇവർക്ക്. അതായത് ഓസ്ട്രേലിയയിൽ കാണുന്ന ആ ജയൻ്റ് എർത്ത് വേമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 3 മീറ്ററാണ്. അപ്പോൾ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ട് 3 മീറ്റർ വരെയുള്ള വലിയ ഓർഗാനിസം, അത്രയും റേഞ്ച് ഓഫ് ഡൈവേഴ്സിറ്റി നമ്മുടെ ഈ ഫൈലം അനലിഡയ്ക്കുണ്ട്. പിന്നെ ഈ അനലിഡയ്ക്ക് വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതായത് ഈ അനലിഡ എന്ന് പറയുന്ന ഫൈലം എല്ലായിടത്തും കാണുന്നുണ്ട്. വേൾഡ് വൈഡ് ആണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. അത് കാണപ്പെടുന്നത് മോസ്റ്റ്ലി മറൈൻ ഏരിയയിലാണ്. എന്നാലും ഫ്രഷ് വാട്ടറിലും സോയിലിലും മോയിസ്റ്റ് പ്ലേസസിലൊക്കെ അതിൻ്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ നമ്പർ കാണുന്നത് മറൈനിലാണ്. നമ്മൾ ഈ ഫൈലത്തിലാണ് നമ്മൾ സ്ഥിരം കാണുന്നത് നമ്മുടെ എർത്ത് വേം, ലീച്ച് ഇതൊക്കെ ഉള്ളത് നമ്മുടെ ഈ അനലിഡ എന്ന് പറയുന്ന ഫൈലത്തിലാണ്. ഇതുകൂടാതെ തന്നെ മറൈനും ഫ്രഷ് വാട്ടറും ആയിട്ടുള്ള ഒട്ടനവധി സ്പീഷീസ് നമുക്കുണ്ട്. പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിനകത്ത് എർത്ത് വേം, ലീച്ചസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഫൈലം അനലിഡയിൽ വരുന്നതാണ്. ഇനി നമ്മളിതിൻ്റെ കോർ ഏരിയയിലോട്ട് വരികയാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം അനലിഡയുടെ സെയിലിൻ ഫീച്ചേഴ്സ് പഠിക്കുക എന്നുള്ളതാണ്. മൊത്തം ഒരു 9 സെയിലിൻ ഫീച്ചേഴ്സ് ഉണ്ട്. അത് പോയിൻ്റായിട്ട് ഞാൻ സ്ലൈഡിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഒന്നാമത്തെ സെയിലിൻ ഫീച്ചർ എന്താ? ബൈലാറ്ററലി സിമെട്രിക്കൽ, മെറ്റമോർഫിക്കലി സെഗ്മെൻറ്റഡ് ആൻഡ് വേർമിഫോം ബോഡി. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അനലിഡ നിങ്ങൾ എർത്ത് വേം ഒക്കെ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ബോഡി എങ്ങനെയാണ്? വളരെ ലോങ് ആണ്. പിന്നെ ബൈലാറ്ററലി സിമെട്രിക്കലായിട്ട്, അതായത് ഒരു പ്ലെയിൻ വരച്ചാൽ അപ്പുറത്ത് ഒരു പ്ലെയിൻ നടുക്കൂടെ വരച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തും സിമെട്രി. നമ്മളും ബൈലാറ്ററലി സിമെട്രിക്കൽ അല്ലേ. നമുക്ക് നടുക്കൂടെ ഒരു വര വരച്ചാൽ നമ്മുടെ ലെഫ്റ്റും റൈറ്റ് പ്ലെയിനും ഈക്വൽ ഒരേപോലെയല്ലേ. അതുപോലെ തന്നെ എർത്ത് വേമിനും ബൈലാറ്ററലി സിമെട്രിക്കലാണ്. പിന്നെ സെഗ്മെൻറ്റഡ് ആണ്. അത് നിങ്ങൾക്ക് എർത്ത് വേം കണ്ടാൽ തന്നെ അറിയാം. ചെറിയ ചെറിയ കമ്പാർട്ട്മെൻറ്റ്സ് എർത്ത് വേമിലുണ്ട്. എർത്ത് വേമിൻ്റെ ബോഡി എന്ന് പറയുന്നത് സിലിണ്ട്രിക്കലാണ്. ഈ സെഗ്മെൻറ്റേഷൻ അല്ലെ മെറ്റാമെറിസം എന്ന് പറഞ്ഞാൽ ആ എർത്ത് വേമിൻ്റെ ബോഡിയൊക്കെ ശ്രദ്ധിച്ചാൽ, നിങ്ങൾ എർത്ത് വേം കണ്ടിട്ടുള്ളത് കൊണ്ടാണ് അതിനെ എടുത്തു പറയുന്നത്. പക്ഷേ മൊത്തം അനലിഡയുടെ കാര്യമാണ് നമ്മളിവിടെ സെയിലിൻ ഫീച്ചേഴ്സിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ബോഡി ശ്രദ്ധിച്ചാൽ ഒരു ലീനിയർ സീരീസ് ഓഫ് കറസ്പോണ്ടിങ് കമ്പാർട്ട്മെൻറ്റ്സ് കാണും. അതിനാണ് സെഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ മെറ്റാമിയേഴ്സ് അല്ലെ സൊമൈറ്റ്സ് എന്ന് പറയുന്നത്. സെഗ്മെൻറ്റ്സിൻ്റെ കേസിൽ ഈ മെറ്റാമിയേഴ്സ് ഇല്ലേ, നമ്മുടെ ആ സെഗ്മെൻറ്റ്സ് ഇല്ലേ, അത് സിമിലർ ആയതുകൊണ്ട് നമ്മൾ ആ സെഗ്മെൻറ്റേഷനെ ഹോമോനോമസ് എന്ന് വിളിക്കുന്നു. ഹോമോനോമസ്. അനലിഡ്സിൻ്റെ കേസിൽ നമ്മുടെ ഈ മെറ്റാമിയേഴ്സ് ഓൾമോസ്റ്റ് സിമിലർ ആയതുകൊണ്ട് ആ സെഗ്മെൻറ്റേഷനെ നമ്മൾ ഹോമോനോമസ് എന്ന് വിളിക്കുന്നു. ഇനിയും ഈ സെഗ്മെൻറ്റ്സ് തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ടല്ലേ, അത് എക്സ്റ്റേണലി നമുക്ക് കാണാം. എക്സ്റ്റേണലി കാണുന്ന ആ ഒരു സെപ്പറേഷനെ നമ്മൾ പറയുന്നത് ഇന്റർ സെഗ്മെൻ്റൽ ഗ്രൂപ്പ്സ് എന്നാണ്. ഇതുപോലെ തന്നെ അനലിഡയുടെ ബോഡിയുടെ ഉള്ളിലും ഈ സെഗ്മെൻറ്റ് ഉണ്ട്, അതായത് ഒരു സെപ്പറേഷൻ ഉണ്ട്. അത് ഇന്റർ സെഗ്മെൻ്റൽ സെപ്റ്റ എന്നാണ് പറയുന്നത്. തിരിഞ്ഞു പോകരുത്. ഓരോ സെഗ്മെൻറ്റിൻ്റെയും ആ സെപ്പറേഷനെ എക്സ്റ്റേണലി നമ്മൾ ആ കാണുന്ന ആ സെപ്പറേഷനെ നമ്മൾ എക്സ്റ്റേണൽ ആ ബോഡിയുടെ പുറത്തുള്ള ആ സെഗ്മെൻറ്റേഷനെ
ഇന്റർ സെഗ്മെന്റൽ ഗ്രൂപ്പ്സ് എന്നും ഉള്ളിലുള്ള സെഗ്മെന്റേഷനെ, ഇന്റേണലി കാണുന്ന ആ സെഗ്മെന്റേഷനെ ഇന്റർ സെഗ്മെന്റൽ സെപ്റ്റ എന്നുമാണ് പറയുന്നത്. ഇനിയും നമ്മൾ എർത്ത് വർമിന്റെ ബോഡി എടുത്താലും ഏത് അനലിഡിന്റെ ബോഡി എടുത്താലും ആദ്യത്തെ ആ ഫസ്റ്റ് സെഗ്മെന്റ് ഇല്ലേ, ആദ്യത്തെ ആ കമ്പാർട്ട്മെന്റ്, അതിനാണ് പെരിസ്റ്റോമിയം എന്ന് പറയുന്നത്. ലാസ്റ്റ് കാണുന്നതിനാണ് പൈഗീഡിയം എന്ന് പറയുന്നത്. എന്താണ് ഈ പെരിസ്റ്റോമിയം പൈഗീഡിയം? ഇത് പെരിസ്റ്റോമിയം എന്ന് പറയുന്നത് ഓറൽ സെഗ്മെന്റ്, ആദ്യത്തെ നമ്മുടെ അനലിഡയുടെ ആദ്യത്തെ സെഗ്മെന്റിനാണ്. എർത്ത് വർം ഞാൻ ഒരു കേസായിട്ട് പറയുവാണ്. എർത്ത് വർമിന്റെ ആദ്യത്തെ ആ ഓറൽ സെഗ്മെന്റ്, ഭക്ഷണം എടുക്കുന്ന ഓറൽ ആദ്യത്തെ ആ ഒരു സെഗ്മെന്റിനാണ് പെരിസ്റ്റോമിയം എന്ന് പറയുന്നത്. പൈഗീഡിയം എന്ന് പറയുന്നത് ഏനൽ സെഗ്മെന്റ് ആണ്, ലാസ്റ്റ് കാണുന്ന ഏനൽ സെഗ്മെന്റ് ആണ്. അപ്പം ഈ അനലിഡ് എങ്ങനെയായിരിക്കും ഗ്രോ ചെയ്യുന്നത്? ഓരോ ന്യൂ സെഗ്മെന്റ് അതിന്റെ ബോഡിയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താണ് അനലിഡ് ഗ്രോത്ത് നടക്കുന്നത്. അപ്പം അത് എങ്ങോട്ടാണ് ആഡ് ചെയ്യുന്നത്? പൈഗീഡിയത്തിലോട്ട്, ഏനൽ സെഗ്മെന്റിലോട്ടാണ് അനലിഡ് ഓരോന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഓരോ സെഗ്മെന്റും ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് അനലിഡ് മൊത്തം വളരുന്നത്. വളർച്ചയുടെ കാര്യം നമ്മൾ ഈ പറയുന്നത് കേട്ടോ. അതിന്റെ ശരീരം വളരുന്നത് നമുക്ക് സെല്ലില്ലേ, സെല്ല് റെപ്ലിക്കേറ്റ് ചെയ്തല്ലേ നമ്മൾ, അതുപോലെ തന്നെ അവർക്ക് ഓരോ സെഗ്മെന്റ് ആഡ് ചെയ്ത്, ഈവൻ സെഗ്മെന്റ്സും സെല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനത് നിങ്ങൾക്കൊന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓരോ സെഗ്മെന്റ്സ് ബോഡിയിലോട്ട് ആഡ് ചെയ്ത് അത് പൈഗീഡിയത്തിൽ ആഡ് ചെയ്തിട്ടാണ് അനലിഡയുടെ ബോഡി ഗ്രോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഗ്രോത്തിനാണ് ടീലോബ്ലാസ്റ്റിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അടുത്ത ഒരു സെയിലിംഗ് ഫീച്ചറാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ബോഡി, ക്യൂട്ടിക്കുലർ കവറിംഗ് ആൻഡ് സീറ്റേ. അപ്പം നമ്മുടെ അനലിഡ എന്ന ഫൈലത്തിലെ ഓർഗാനിസത്തിൻ്റെ ബോഡി സെൽസ് മെയിൻലി 3 ലെയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഒന്നാമത്തേത് എപ്പിഡെർമിസ്, രണ്ടാമത്തേത് മീസോഡെർമിസ്, മൂന്നാമത്തേത് എൻഡോഡെർമിസ്. അതായത് ആ ശരീരം, ആ നമ്മുടെ ഫൈലം അനലിഡയുടെ ബോഡി 3 ലെയർ ആയിട്ടാണ് കാണുന്നത്. എപ്പിഡെർമിസ്, മീസോഡെർമിസ്, എൻഡോഡെർമിസ്. അതിൻ്റെ ഹോൾ ബോഡിയുടെ സർഫസ് ഒരു തിൻ ക്യൂട്ടിക്കിൾ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ആ തിൻ ക്യൂട്ടിക്കിൾ സെക്രീറ്റ് ചെയ്യുന്നത് എപ്പിഡെർമിസിൽ നിന്നാണ്. അപ്പം നമ്മൾ പറഞ്ഞു 3 ലെയേഴ്സ് ഉണ്ടെന്നല്ലേ. അതിനകത്ത് ഒന്നാമത്തെ ലെയറായ എപ്പിഡെർമിസിൽ നിന്നാണ് ഈ തിൻ ക്യൂട്ടിക്കിൾ സെക്രീറ്റ് ചെയ്യുന്നത്. ഇത് അനലിഡയുടെ ഫുൾ ബോഡി സർഫസിൽ നമുക്ക് കാണാൻ പറ്റും. ഈ എപ്പിഡെർമിസിൻ്റെ തൊട്ടടിയിലായിട്ട് ആണ് സീറ്റേ കാണുന്നത്. സീറ്റയ്ക്ക് കെയ്റ്റേ എന്നും പറയാറുണ്ട്. അത് ഒരു കൈറ്റിനസ് റോഡ് അല്ലെങ്കിൽ ബ്രിസിൽസ് ആയിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. ഇത് എപ്പിഡെർമിസിന് തൊട്ട് താഴെ അതിനകത്ത് വേറെ കിടക്കുന്ന ഒരു സ്ട്രക്ചറാണ് സീറ്റേ അല്ലെങ്കിൽ കെയ്റ്റേ. ഇത് കെയ്റ്റേ ബി കൈറ്റിൻ വെച്ചൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഹയർ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു സെയിലിൻ ഫീച്ചറാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ബോഡി, ക്യൂട്ടിക്കുലർ കവറിംഗ് ആൻഡ് സീറ്റേ. ഇത് നിങ്ങൾ എന്താണ് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. അടുത്ത ഒരു സെയിലിൻ ഫീച്ചറാണ് ഡെർമോ മസ്കുലർ ബോഡി വോൾ ആൻഡ് ഗട്ട് വോൾ. അനലിഡയുടെ ബോഡി വോൾ, ഗട്ട് വോൾ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പം ഈ ബോഡി വോളും ഗട്ട് വോളും ഉണ്ടാക്കിയിരിക്കുന്നത് മീസോഡെർമൽ മസിൽസ് വെച്ചിട്ടാണ്. മീസോഡെർമൽ മസിൽസ്, ഈ മീസോഡെർമൽ മസിൽസ് തന്നെ 2 ടൈപ്പ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സർക്കുലർ മസിൽസ്, രണ്ടാമത്തേതാണ് ലോങ്ങിറ്റ്യൂഡിനൽ മസിൽസ്. ഈ ഇതിൻ്റെ രണ്ടിൻ്റെയും പേരിൽ നിന്ന് തന്നെ ഉണ്ട് അത് ഏത് ടൈപ്പ് ഓഫ് മസിൽസ് ആണ്. ഒന്ന് സർക്കുലർ മസിൽസ്, 2 ലോങ്ങിറ്റ്യൂഡിനൽ മസിൽസ്. ഫൈലം അനലിഡയുടെ അടുത്ത ഒരു ഫീച്ചറാണ് അതിൻ്റെ സീലോമിനെ കുറിച്ചുള്ള ഒരു പോയിന്റ്. പെരിവിസറൽ ക്യാവിറ്റി എന്ന് പറയുന്നത് ഒരു ട്രൂ സീലോം ആയിരിക്കും. നമ്മൾ പല ടൈപ്പ് ഓഫ് സീലോം പഠിച്ചല്ലേ, സ്യൂഡോ സീലോം, ട്രൂ സീലോം. അതിനകത്ത് നമ്മൾ അനലിഡയ്ക്കകത്ത് ട്രൂ സീലോം അല്ലേ പഠിച്ചത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് അതിൻ്റെ പെരിവിസറൽ ക്യാവിറ്റി ട്രൂ സീലോമേറ്റ് ആയിരിക്കും. പിന്നെ ഈ എന്താണ് ഈ പെരിവിസറൽ ക്യാവിറ്റി എന്ന് മനസ്സിലായോ? അതായത് ഇതൊരു സ്പേസ് ആണ്. നമ്മുടെ ബോഡി വോളും ഗട്ട് വോളും നമ്മൾ ഇച്ചിരി മുമ്പ് ബോഡി വോളിനെ കുറിച്ചും ഗട്ട് വോളിനെ കുറിച്ചും ഒക്കെ പഠിച്ചില്ലേ. അതായത് ശരീരത്തിൻ്റെ ഔട്ടർ ബോഡി വോള്, ഗട്ട് വോൾ, ഡൈജസ്റ്റ് ആ സിസ്റ്റം ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇന്നർ ഗട്ട് വോളിൻ്റെയും ഇടയ്ക്കൊരു സ്പേസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പെരിവിസറൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. അതാണ് ട്രൂ സീലോമാന്ന് നമ്മൾ പഠിച്ചത്. അപ്പം ഇതിനൊരു ചെറിയ എക്സെപ്ഷൻ ഉണ്ട്, ലീച്ചസിലാണ്. ലീച്ചസിൽ സീലോം കുറച്ച് സ്പേഷ്യസ് ആണ്. എന്നിരുന്നാലും ലീച്ചസിൻ്റെ സീലോമ് റെഡ്യൂസ്ഡ് ഫോമിലാണ് കാണുന്നത്. അതൊരു എക്സെപ്ഷനാണ്. പക്ഷേ സാധാരണഗതിയിൽ പെരിവിസറൽ ക്യാവിറ്റി എല്ലാ അനലിഡയിലും ട്രൂ സീലോമേറ്റുമാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സീലോമിക് ഫ്ലൂയിഡ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ
പെരിവിസറൽ സീലോമിനകത്ത് ഫ്ലൂയിഡ് ഫിൽഡ് ആണത്. അതിന് സീലോമിക് ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്. പിന്നെ ഇന്റേണലിയും എക്സ്റ്റേണലിയും ഒക്കെ ലൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലൈനിങ്, ആ ഒരു ഇന്റേണൽ എക്സ്റ്റേണൽ ലൈനിങ്, അതിന് മീസോത്തീലിയം എന്നാണ് പറയുന്നത്. പിന്നെ രണ്ട് ഇന്റേണൽ ലൈനിങ് ആണെങ്കിൽ, അതായത് ഇന്നർ സീലോമിക് എപ്പിത്തീലിയൽ കാണുന്ന ഇന്റേണൽ ലൈനിങ്ങിന് നമ്മൾ വിസറൽ പെരിട്ടോണിയം എന്നും, ഔട്ടർ സീലോമിക് എപ്പിത്തീലിയത്തിൽ കാണുന്ന എക്സ്റ്റേണൽ ലൈനിങ്ങിന് പെറൈറ്റൽ പെരിട്ടോണിയം എന്നും പറയുന്നു. പിന്നെ സീലോം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെയൊക്കെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അല്ല നമ്മുടെ എർത്ത് വർമിലും അല്ലെങ്കിൽ ഏത് അനലിഡെ നോക്കിയാലും കാണുന്നത്. അതൊരു കണ്ടിന്യൂസ് ക്യാവിറ്റി ആയിട്ടല്ല. ഓരോ കമ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചില്ലായിരുന്നു മെറ്റാമെറിസം സെഗ്മെന്റേഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഓരോ സക്സസീവ് കമ്പാർട്ട്മെന്റ്സിനും അത് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കണ്ടിന്യൂസ് സീലോം അല്ല നമുക്ക് അനലിഡയിൽ കാണാൻ പറ്റുന്നത്. സക്സസീവ് ആയിട്ടുള്ള കമ്പാർട്ട്മെന്റ്സിനകത്താണ് നമുക്ക് സീലോം പാർട്ടീഷൻ ചെയ്താണ് കാണപ്പെടുന്നത്. അങ്ങനെ പാർട്ടീഷൻ ചെയ്യാൻ കാരണമുണ്ട്. ഇന്റർ സെഗ്മെന്റൽ സെപ്റ്റ, നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ഈ ഇന്റർ സെഗ്മെന്റൽ സെപ്റ്റ ഇന്നർ ഇതിൽ കാണുന്നത്. അത് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പാർട്ടീഷൻ വരുന്നത്. അതുകൊണ്ടാണ് സക്സസീവ് കമ്പാർട്ട്മെന്റിലായിട്ട് സീലോം കാണപ്പെടുന്നത്. ക്ലിയർ ആയില്ലേ? നമ്മൾ സീലോമിക് ഫ്ലൂയിഡിനെ കുറിച്ചൊന്ന് മെൻഷൻ ചെയ്തായിരുന്നു അല്ലേ? ഈ സീലോമിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഒരു സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡ് ആണ്. അതിൻ്റെ ട്രാൻസ്പോർട്ട്, നമ്മുടെ ഈ ഫൈലം അനലിഡയ്ക്ക് വേണ്ട സബ്സ്റ്റൻസ് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനും ഉള്ളൊരു സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡ് ആയിട്ടാണ് സീലോമിക് ഫ്ലൂയിഡ് ആക്ട് ചെയ്യുന്നത് അതിൻ്റെ ശരീരത്തിൽ, അതിൻ്റെ ബോഡിയിൽ. അപ്പം അതായത് അതൊരു ഹൈഡ്രോസ്റ്റാറ്റിക് സ്കെലട്ടൺ പോലെ വർക്ക് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു സ്കെലട്ടൺ, ഒരു റിജിഡ് ആയിട്ടുള്ള സ്കെലട്ടൺ ഇല്ലേ, അതുപോലെ അനലിഡയിൽ ഒരു ഫ്ലൂയിഡ് സ്കെലട്ടൺ, ഹൈഡ്രോസ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു സ്കെലട്ടൺ ആണ്. അത് ബോഡിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സീലോമിക് ഫ്ലൂയിഡ്. പിന്നെ മെയിൻലി സീലോമിക് ഫ്ലൂയിഡിന്റെ ജോലി എന്ന് പറയുന്നത് ഈ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് തന്നെയാണ്. കാരണം അത് സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ആണല്ലോ. അതുകൊണ്ട് തന്നെ അതിന് സബ്സ്റ്റൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ പറ്റും. പിന്നെ ഇത് ഫ്ലൂയിഡ് ഫിൽഡ് ആണല്ലോ. അപ്പോൾ ഇതിനകത്ത് കാണുന്ന സെൽസ് എങ്ങനെയായിരിക്കും? അമീബോയിഡ് സെൽസ്, അതായത് സീലോമൈസെറ്റ്സ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് വാണ്ടറിങ് ആയിട്ടുള്ള ഒരു അമീബോയിഡ് സെൽസ് ആണ് നമ്മുടെ ഈ സീലോമിക് ഫ്ലൂയിഡിനകത്ത് കാണപ്പെടുന്നത്. അടുത്തത് സ്ട്രെയിറ്റ് ആൻഡ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എലമെന്ററി കനാൽ ആണ് നമുക്ക് കാണാൻ പറ്റുക. അതായത് അതിൻ്റെ ഡൈജസ്റ്റീവ് ട്രാക്ട് എടുത്താൽ അനലിഡയുടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് അൺകോയിൽഡ് ആയിട്ട് ഒരു ട്യൂബ്, വളരെ സ്ട്രെയിറ്റ് ആയിട്ട് മൗത്തിൽ നിന്ന് ഏനസിൽ തീരുന്ന വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അൺകോയിൽഡ് ആയിട്ടുള്ള ഒരു ട്യൂബാണ് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ അനലിഡയുടെ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറയുന്നത്. അത് മൗത്തിൽ നിന്ന് ഏനസ് വരെ ഉണ്ട്. പിന്നെ നമുക്കറിയാം ഡൈജസ്റ്റീവ് ട്രാക്ട് മൂന്നായിട്ടുണ്ട്: ഫോർ ഗട്ട്, മിഡ് ഗട്ട്, ഹൈൻ ഗട്ട്. അനലിഡയുടെ കേസിൽ ഫോർ ഗട്ടും ഹൈൻ ഗട്ടും എക്ടോഡെർമൽ ഒറിജിൻ ആണ്, മിഡ് ഗട്ട് എൻഡോഡെർമൽ ഒറിജിൻ ആണ്. എക്ടോഡെർമ എൻഡോഡെർമ എന്താണെന്നൊക്കെ അറിയാമല്ലേ? അപ്പം എക്ടോഡെർമൽ ഒറിജിൻ ആണ് ഫോർ ഗട്ടും ഹൈൻ ഗട്ടും, എൻഡോഡെർമൽ ഒറിജിൻ ആണ് മിഡ് ഗട്ട്. ഇതാണ് എലമെന്ററി കനാൽ. അനലിഡയുടെ എലമെന്ററി കനാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകുന്നത്. ഇത്ര ഓർത്തിരുന്നാൽ മതി. അനലിഡയുടെ എലമെന്ററി കനാൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു എലമെന്ററി കനാലാണ്. അത് കംപ്ലീറ്റ് ആണ്. ഫോർ ഗട്ടും ഹൈൻ ഗട്ടും മിഡ് ഗട്ടും ഒക്കെ ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എലമെന്ററി കനാലാണ്. പിന്നെ മൗത്ത് തൊട്ട് ഏനസ് വരെ വരുന്ന വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഡൈജസ്റ്റീവ് ട്രാക്ട് അല്ലെങ്കിൽ ഒരു എലമെന്ററി കനാലാണ് നമുക്ക് അനലിഡയിൽ കാണാൻ പറ്റുന്നത്. അടുത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നത് സെഗ്മെന്റലി പെയർഡ് ആയിട്ടുള്ള ഒരു മെറ്റാനെഫ്രീഡിയ ഉണ്ടെന്നുള്ളതാണ്. എന്താ ഈ മെറ്റാനെഫ്രീഡിയ? അനലിഡയുടെ എക്സ്ക്രീറ്ററി ഓർഗൻസിനാണ് മെറ്റാനെഫ്രീഡിയ എന്ന് പറയുന്നത്. അത് ടിപ്പിക്കലി സെഗ്മെന്റലി പെയർഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അനലിഡയുടെ എക്സ്ക്രീറ്ററി ഓർഗൻസ് സെഗ്മെന്റലി പെയർഡ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സെഗ്മെന്റലി പെയർഡ് മെറ്റാനെഫ്രീഡിയ എന്ന് പറയുന്നത്. നെഫ്രീഡിയ എന്ന് പറയുന്നത് എക്ടോഡെർമൽ ട്യൂബ്യൂൾസ് ആണ്. എന്തുകൊണ്ടാണ് മെറ്റാനെഫ്രീഡിയ എന്ന് പറയുന്നത്? കാരണം ഈ ടൈപ്പ് ഓഫ് നെഫ്രീഡിയയ്ക്ക് എക്സ്റ്റേണലായിട്ടും ഇന്റേണലായിട്ടും ഓപ്പണിങ്സ് ഉണ്ട്. എക്സ്റ്റേണലി മെറ്റാനെഫ്രീഡിയം ഓപ്പൺ ചെയ്യുന്നത് പുറത്തോട്ട് ഒരു നെഫ്രീഡിയോ 4 എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് വെച്ചിട്ടാണ്. ഇന്റേണലി ഒരു സീലോമിലോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിന് നെഫ്രീഡിയോ സ്റ്റോപ്പ് ആണ് ആ ഒരു ഓപ്പണിംഗ്, സീലേറ്റഡ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. മെറ്റാനെഫ്രീഡിയ നമ്മുടെ എക്സ്ക്രീറ്ററി ഓർഗൻസ്, അനലിഡയുടെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ആയ മെറ്റാനെഫ്രീഡിയ എങ്ങനെയുള്ളതാണ്? സെഗ്മെന്റലി പെയർഡ് ആണ്. അടുത്ത ഫീച്ചർ ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തെ കുറിച്ചാണ്. അതായത് അനലിഡയുടെ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം
ക്ലോസ്ഡ് ടൈപ്പാണ്. നമ്മൾ 2 ടൈപ്പൊക്കെ പഠിച്ചായിരുന്നല്ലോ, ഓപ്പൺ ടൈപ്പ്, ക്ലോസ് ടൈപ്പ്. അതിനകത്ത് ക്ലോസ്ഡ് ടൈപ്പ് ആയിട്ടുള്ള ബ്ലഡ് വാസ്കുലർ സിസ്റ്റമാണ് അനലിഡയ്ക്കുള്ളത്. പക്ഷേ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹാർട്ട് ഒന്നും നമുക്ക് കാണത്തില്ല. പക്ഷേ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം ക്ലോസ്ഡ് ആണ്. ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് ക്ലോസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസിൽ കൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു. ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഹാർട്ടൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ ബ്ലഡ് ഈ സർക്കുലേഷൻ ചെയ്യണമെങ്കിൽ ഹാർട്ട്, ഇപ്പം നമ്മുടെ കേസിലൊക്കെയാണ് ഹാർട്ട് പമ്പ് ചെയ്തിട്ടല്ലേ സർക്കുലേഷൻ നടത്തുന്നത്. ഇവിടെയും ഒരു കോൺസ്റ്റന്റ് സർക്കുലേഷൻ ബ്ലഡിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിൻ്റെ ബ്ലഡ് വെസൽസ് പൾസേറ്റ് ചെയ്തിട്ടാണ്. സ്പെഷ്യലൈസ്ഡ് ഓർഗൻ ആയിട്ടുള്ള ഹാർട്ടൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ ചില ബ്ലഡ് വെസൽസ് പൾസേറ്റ് ചെയ്യും. നമ്മുടെ പൾസ്, ചെറിയ പൾസ്, നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ പൾസേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പം ബ്ലഡ് വെസൽസ് പൾസേറ്റ് ചെയ്തിട്ടാണ് ഈ സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്, ഒരു കോൺസ്റ്റന്റ് സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. കാരണം എന്താ, അവർക്കൊരു ട്രൂ ഹാർട്ടൊന്നും ഇല്ല. അപ്പം ബ്ലഡ് പൾസേറ്റ് ചെയ്തിട്ട്, അതായത് ബ്ലഡ് വെസൽസ് പൾസേറ്റ് ചെയ്തിട്ടാണ് അവരുടെ സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ. പിന്നെ അവരുടെ ബ്ലഡ് നോക്കുവാണെങ്കിൽ റെഡ് കളേർഡ് ആണ്. അത് കാരണം എന്തായിരിക്കും, ഹീമോഗ്ലോബിൻ ബ്ലഡ് പ്ലാസ്മയിൽ ഉള്ളതുകൊണ്ടാണ് അവരുടെ ബ്ലഡ് റെഡ് കളേർഡ് ആയിട്ട് കാണുന്നത്. അടുത്ത ഫീച്ചറായിട്ട് പഠിക്കുന്നത് ആനലിഡയുടെ നെർവസ് സിസ്റ്റം എങ്ങനെയാണെന്നാണ്. അപ്പം അത് ഫീച്ചറായിട്ട് ഞാൻ പോയിന്റായിട്ട് നിങ്ങൾക്ക് എഴുതിയ സ്ലൈഡിൽ കാണാം അല്ലേ. സർക്കം എൻട്രിക് നെർവ് റിംഗ് ആൻഡ് സെഗ്മെന്റലി ഗാംഗ്ലിയേറ്റഡ് വെൻട്രൽ നെർവ് കോഡ്. അത് കേൾക്കുമ്പോൾ ഭയങ്കര കട്ടിയായിട്ട് തോന്നും. നെർവ് കോഡ്സിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെയുള്ള നെർവസ് സിസ്റ്റമാണ് അനലിഡയിൽ ഉള്ളതെന്ന്. സർക്കം ഫാരിങ്ങിലായിട്ടുള്ള ഒരു നെർവ് റിംഗ്, അതിനെ നമ്മൾ നെർവ് കൊളാർ എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ സർക്കം ഫാരിങ്ങിന് ചുറ്റുമായിട്ട് ഒരു നെർവ് റിംഗ് ഉണ്ട്. പിന്നെ എ പെയർ ഓഫ് ഫ്യൂസ്ഡ് ആൻഡ് സെഗ്മെന്റലി ഗാംഗ്ലിയേറ്റഡ് ആയിട്ട് ഉള്ള ഒരു വെൻട്രൽ നെർവ് കോഡ് ഉണ്ട്. വെൻട്രൽ നെർവ് കോഡ് എങ്ങനെയായിരിക്കും, പെയർഡ് ആയിരിക്കും, ഫ്യൂസ്ഡ് ആൻഡ് സെഗ്മെന്റലി ഗാംഗ്ലിയേറ്റഡ് ആയിരിക്കും. ഇങ്ങനെയാണ് അനലിഡയുടെ നെർവസ് സിസ്റ്റം കാണപ്പെടുന്നത്. അടുത്ത ലാസ്റ്റ് ഫീച്ചറായിട്ട് നമ്മൾ പഠിക്കുന്നത്, ഇതല്ലാതെ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ സംഗ്രഹിച്ച് 9 പോയിന്റ് ആക്കി എഴുതിയെന്നേ ഉള്ളൂ. പറയാനാണെങ്കിൽ അനലിഡയെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. പക്ഷേ മെയിൻലി നിങ്ങൾക്ക് ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ഫീച്ചേഴ്സ്, ഒരു 9 ഫീച്ചേഴ്സെങ്കിലും മിനിമം എഴുതിയിരിക്കണം. നിങ്ങൾക്ക് തന്നെ ഫൈലം അനലിഡയെക്കുറിച്ച് പഠിച്ചിട്ട് കുറച്ചുകൂടെ ഫീച്ചേഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പം നമ്മൾ വളരെ സേലിയൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് പഠിക്കുന്നത്. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്. ട്രൈക്കോഫോർ ലാർവേ ഉണ്ട്. അതിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ്. ഇപ്പം ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ഉണ്ട് അല്ലേ. ഇപ്പം നമ്മളൊക്കെ ഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്, നമുക്ക് ഓരോ സ്റ്റേജസ് ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഓർഗാനിസത്തിൽ പഠിക്കുമ്പോൾ പല ആനിമൽസിലും ഇൻഡയറക്റ്റ് ആയിട്ട് പല സ്റ്റേജസിൽ കൂടെ കടന്നു പോകുന്ന ഒരു ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് പലർക്കും ഉള്ളത്. അനലിഡയ്ക്കകത്തും അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് കാണുന്നുണ്ട്. അത് ട്രൈക്കോഫോർ ലാർവേ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഫൈലം അനലിഡയുടെ റീപ്രൊഡക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി സെക്ഷുവൽ ആണെങ്കിലും അസെക്ഷുവൽ കേസസും നമ്മൾ ചിലതിൽ കാണപ്പെടുന്നുണ്ട്. ഫൈലം അനലിഡ എന്ന് പറയുമ്പോൾ ഒരു ഓർഗാനിസം മാത്രമല്ലല്ലോ, ഒരുപാട് ഓർഗാനിസത്തിനകത്തല്ലേ നമ്മൾ ഒരു ഫൈലമാക്കി ഇടുന്നത്. അപ്പം അതിനകത്ത് ചിലതൊക്കെ മോസ്റ്റ്ലി നമ്മൾ കാണുന്നത് സെക്ഷുവൽ ആണെങ്കിലും ചിലതൊക്കെ അസെക്ഷുവൽ ആയിട്ടും കാണുന്നുണ്ട്. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഫ്രാഗ്മെൻറ്റേഷൻ, ബഡ്ഡിങ്, പാരാറ്റോമി, സ്റ്റോൾനൈസേഷൻ, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും ഫൈലം അനലിഡയിൽ. സെക്ഷുവൽ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെക്ഷുവൽ ഫോംസ് ഗൊണോകോറിക്കും പിന്നെ ഹെർമാഫ്രോഡിറ്റിക്കും. ഇത് ഹെർമാഫ്രോഡിറ്റിക് നിങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ, സെക്സസ് യുണൈറ്റഡ് ആണ്, ബൈസെക്ഷുവൽ ആണ്, 2 സെക്സും ഒരേ ഓർഗാനിസത്തിൽ കാണും. അതുപോലെ സെക്സസ് സെപ്പറേറ്റ് ആയിട്ട് യൂണിസെക്ഷുവൽ ആയിട്ടും കാണാം. അതിനാണ് ഗോണോകോറിക് എന്ന് പറയുന്നത്. ഈ സെക്ഷുവൽ ഫോമിൽ ഒന്നാമത് കാണുന്ന ഗോണോകോറിക് എന്ന് പറയുന്ന, അതായത് സെക്സസ് സെപ്പറേറ്റ് ആയിട്ട് യൂണിസെക്ഷുവൽ ആയിട്ട് കാണുന്ന ആ ഫോമിന് ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആയിരിക്കും. രണ്ടാമത്തേത്, അതായത് ഹെർമാഫ്രോഡൈറ്റിക് ആയിട്ടുള്ള സെക്സസ് യുണൈറ്റഡ് ആയിട്ടുള്ള ബൈസെക്ഷുവൽ ആയിട്ടുള്ളതിൽ ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ് ആയിരിക്കും. ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റിൽ, അതായത് നമ്മൾ ഗോണോകോറിക്കിൽ കാണുന്ന ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റിൽ നമുക്ക് ട്രൈക്കോഫോർ ലാർവേ കാണുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ട്രൈക്കോഫോർ ലാർവേ ഉണ്ടെന്ന്, അത് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റിലാണ് കാണുന്നത്. അത് സീലിയേറ്റഡ് ആയിട്ടുള്ള ഫ്രീ സ്വിമ്മിങ് ആയിട്ടുള്ള ഒരു പെലാജിക് ലാർവയാണ് ട്രൈക്കോഫോർ ലാർവേ. ഇത് കാണുന്നത് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റിലാണ് കേട്ടോ. ഇനി നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് ഫൈലം അനലിഡയുടെ ഒരു ഔട്ട്ലൈൻ ക്ലാസിഫിക്കേഷനാണ്. മെയിൻലി 4 ക്ലാസ്സസ് ഉണ്ട് ഫൈലം അനലിഡയ്ക്ക്: പോളികീറ്റ, ഒളിഗോകീറ്റ, ഹിറിഡിനിയ, അരാക്കിനലിഡ. അപ്പം
ഈ 4 എണ്ണവും നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ജസ്റ്റ് കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും. പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, ഓരോ ടൈപ്പ് ഒക്കെ വെച്ച്. അപ്പം കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് നല്ലതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട് ഈ ക്ലാസ്സസ് ഒക്കെ ചിലപ്പം അങ്ങോട്ട് രജിസ്റ്റർ ആവണമെന്നില്ല. എന്നിരുന്നാലും നിങ്ങളിത് പഠിച്ചിരിക്കണം. ഫൈലം ആനലിഡയുടെ ക്ലാസിഫിക്കേഷൻ, ഔട്ട്ലൈൻ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നത് കേട്ടോ. അത് മെയിൻലി 4 ക്ലാസ്സസ്: പോളിക്കീറ്റ, ഒളിഗോകീറ്റ, ഹിറിഡിനിയ, അരാക്കിൻ അനലിഡ കേട്ടോ. അപ്പം ഇതിന് ഓരോന്നിനും എക്സാമ്പിൾ: പോളിക്കീറ്റയ്ക്ക് നെറിസ് പഠിക്കാനുണ്ട്, പിന്നെ ഒളിഗോകീറ്റയ്ക്കകത്ത് ഫെറിട്ടിമ, ഹിറിഡിനേറിയക്കകത്ത് ഹിറിഡിനേറിയ, പിന്നെ ലാസ്റ്റ് വൺ അരാക്ക അനലിഡയ്ക്കകത്ത് പോളിഗോർഡിയസ് കേട്ടോ. ഇപ്പം ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാതെ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. പക്ഷെ അടുത്ത ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓരോ ടൈപ്പ് ഓർഗാനിസം എടുത്ത് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇതുമായിട്ട് ഒരു ഫെമിലിയർ ഫീലിംഗ് വരും കേട്ടോ. അപ്പം ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഔട്ട്ലൈൻ ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കാൻ 4 ക്ലാസ്സസ് ഉണ്ടെന്നും അതിനകത്ത് ഓരോന്നിനകത്തും എക്സാമ്പിൾ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും പഠിച്ചു വെക്കുക. കുറേ എക്സാമ്പിൾസ് ഞാൻ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും 1-2 എണ്ണമൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫൈലം ആനലിഡയെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചു, ഒരു ഇൻട്രൊഡക്ഷനും അതിൻ്റെ സെയിലിംഗ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്. അത് 9 എണ്ണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. ഇത് മാത്രമല്ല, നിങ്ങൾക്കും ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ക്ലാസിഫിക്കേഷൻസ് അതിനകത്ത് നമ്മൾ പഠിച്ചു, 4 ക്ലാസ്സസ് പഠിച്ചു, ഓരോന്നിനും എക്സാമ്പിൾ പഠിച്ചു. ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ കേട്ടപ്പോൾ എല്ലാം മനസ്സിലായി എന്നൊക്കെ തോന്നിയാലും ഇതൊക്കെ നിങ്ങൾ ഒരു നോട്ട്ബുക്കിലോട്ട് പോയിന്റുകൾ, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം. കാരണം നമുക്ക് പഠിക്കുമ്പം അത് നിങ്ങൾക്കൊരു നോട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം മിസ് ഇത് തന്നു എന്ന് ഓർത്തിട്ട് ഇത് കയ്യിലുണ്ടല്ലോ എന്ന് ഓർത്തിരിക്കരുത്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു നോട്ട്ബുക്കിൽ നിങ്ങളുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. പിന്നെ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫൈലം ആനലിഡയെക്കുറിച്ച്, അതിൻ്റെ ടൈപ്പ് ഓർഗാനിസത്തെക്കുറിച്ചൊക്കെ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ.